ഘട്ടം ഘട്ടമായി തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് മിന്നൽ പ്രഹരം. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്നലെ അർദ്ധരാത്രി 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ടുനിന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് പാകിസ്ഥാന് ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയത്. പാകിസ്ഥാന് മുന്നിൽ നരേന്ദ്രമോദി തിരിച്ചടിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ നോക്കി നിന്നെങ്കിലും ഇത്ര പെട്ടെന്നൊരു തിരിച്ചടി അത് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ബുധനാഴ്ച നടക്കാനിരുന്ന മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മോക്ക് ഡ്രില്ലിന് ശേഷം ഇന്ത്യ പ്രത്യക്ഷ ആക്രമണം നടത്തുമെന്ന് വിചാരിച്ച പാകിസ്ഥാന് തെറ്റി. അതെ, കണക്കുകൂട്ടലുകൾ അപ്പാടെ പിഴച്ചു. ഒരു പരിശീലനത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തി. പഹൽഗാമിൽ ചിന്നിച്ചുതറിയ സിന്ദൂരത്തിനുള്ള മറുപടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് അതിർത്തി കടന്നും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. 26 നിരപരാധികളുടെ രക്തത്തിന് ഇന്ത്യ പകവീട്ടിയപ്പോൾ ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല, ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന സകലരും ചേർന്നാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ സംഘടനയിലെ 90ഓളം തീവ്രവാദികളെയാണ് ഓപ്പറേഷനിൽ ലക്ഷ്യമിട്ടത്. ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നേരിട്ട് പതിക്കുകയും അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന കാമികാസി ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. പൂർണ്ണമായും സംയമനം പാലിച്ചും കൃത്യതയോടെയും പ്രകോപനരഹിതമായും ഇന്ത്യ നടത്തിയ ആക്രമണം സത്യത്തിൽ അഭിനന്ദനാർഹമാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നും ഇനിയാണ് യഥാർത്ഥ കളികൾ ആരംഭിക്കാൻ പോകുന്നതെന്നും എന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തൽ. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. പഴയ ഇന്ത്യയാണെന്ന് കരുതി അടിക്കാൻ നോക്കിയാൽ ആ അടി വാങ്ങി മടങ്ങുമെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്ന് പാകിസ്ഥാന് മനസ്സിലാക്കി നൽകിയ ഭരണാധികാരി അതാണ് മോദി. ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് മോദി നൽകിയ തിരിച്ചടി. പാകിസ്ഥാന്റെ ഇടനെഞ്ചിൽ മിന്നലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ മുൻകാലങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ. അടിച്ചാൽ പലിശയും കൂട്ടുപലിശയും ചേർത്ത് മടക്കി നൽകുന്ന ഇന്ത്യയാണെന്ന് ലോകത്തിന് തന്നെ വ്യക്തമാക്കിയ ആക്രമണമായിരുന്നു ബാലാക്കോട്ട്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ സംഹാര താണ്ഡവം. പാകിസ്ഥാനിൽ ഇന്ത്യ എവിടെയൊക്കെ തിരിച്ചടിച്ചു എന്നതിന് കൃത്യമായ ബ്രീഫിംഗോടുകൂടിയാണ് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ രീതിയിൽ പാകിസ്ഥാൻ നുണപ്രചാരണങ്ങൾ നടത്തിയിട്ടും ഒരു കാര്യവുമില്ലെന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യൻ സൈന്യം എല്ലാ തെളിവുകളോടും കൂടിയാണ് ഇപ്പോൾ പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നത്. പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതല്ല യുദ്ധനീതി. സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ മതം ചോദിച്ചു കൊന്നതിനെ സ്വതന്ത്ര സമരമായി വിശേഷിപ്പിച്ചവരാണ് പാകിസ്ഥാൻ സർക്കാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മിസൈൽ മിന്നൽ ആക്രമണം പാകിസ്ഥാന് തികച്ചും അപ്രതീക്ഷിതമാണ്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ 1ാം ഘട്ടമാണ് നടന്നത്. അതായത് ഇനിയും ആക്രമണം ഉണ്ടാകും. എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിമിതമായ ആക്രമണമാണിതെന്ന് ഇന്ത്യ പറയുന്നത് കരുതലോടെയാണ്. യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാനെയും പാക് ഭീകരതയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 1:05 പാകിസ്ഥാനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി ഉണ്ടായത്. ആക്രമണത്തിന് സജ്ജം, ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യയുടെ ടാങ്കുകളും തോക്കുകളും മിസൈൽ വാഹനങ്ങളും തുപ്പുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന പുലർച്ചെ എക്സിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കരസേന ADGPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ്. ഇതിനുശേഷം കൃത്യം 14 മിനിറ്റ് കഴിഞ്ഞായിരുന്നു 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണം. അതിർത്തി കടക്കാതെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നും പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ തകർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിയതിന് പിന്നാലെ തെറ്റായ വാർത്തകളും വിവരങ്ങളും പടച്ചുവിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങളും സർക്കാരും അനുബന്ധ കേന്ദ്രങ്ങളും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്.
ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരന് പിറകെ പാക് കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒട്ടേറെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അവയിൽ പലതും അടിസ്ഥാനവിരുദ്ധമാണെന്നാണ് വസ്തുതാ പരിശോധനകൾ വ്യക്തമാക്കുന്നത്. ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാനിലെ കൃഷിക്കും ജലവിതരണത്തിനും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള വിമാന കമ്പനികളുടെ എല്ലാ വിമാനങ്ങൾക്കും ഇന്ത്യ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. അധിക സമയവും ചെലവും മൂലം ഇത് പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ നടപടികളുടെ ഭാഗമായ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതും വ്യോമപാത അടച്ചതും വ്യാപാര ബന്ധം അവസാനിപ്പിച്ചതെല്ലാം പാകിസ്ഥാനിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ വില നൽകുമെന്നുറപ്പാക്കാൻ ഇന്ത്യ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. സൈനിക ശക്തി കൂടാതെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗവും ചേരാനും തീരുമാനമായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ നിന്ന് പാകിസ്ഥാനെ തടയുന്നതിനും ഇന്ത്യ മുൻതൂക്കം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇതിനോടകം തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വസ്തുക്കളുടെയും ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ പ്രവേശിക്കുന്നതും ഇന്ത്യ നിരോധിച്ചു. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായ നടപടികൾ പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ തിരിച്ചടി വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നെ ഞങ്ങൾ കൊല്ലില്ല, നീ ഇത് മോദിയോട് പോയി പറയണം. പഹൽഗാമിന്റെ മണ്ണിൽ പ്രിയതമൻ വെടിയേറ്റ് വീണത് കണ്ട് പകച്ചു നിന്ന ഭാര്യയോട് മതഭീകരൻ പറഞ്ഞ വാക്കുകൾ. അതെ, ഈ വാക്കുകൾ മോദി കേൾക്കുക തന്നെ ചെയ്തു. തിരിച്ചു കൊടുത്തപ്പോൾ കൈ നിറച്ചു തന്നെ അങ്ങ് നൽകി. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ മറക്കാത്ത മറ്റൊരു കാര്യം ജെയ്ഷെ തലവനായ മസൂദ് അസറിലേക്കാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊടും ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരിയും ഭാര്യ സഹോദരനും ഉൾപ്പെടെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും മസൂദ് അസർ എവിടെയെന്ന ആ വലിയ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ്. ഇനി അറിയേണ്ടത് ആക്രമണത്തിൽ മസൂദ് അസറും കൊല്ലപ്പെട്ടുവോ എന്ന ശുഭകരമായ വാർത്ത തന്നെയാണ്. എന്തൊക്കെയായാലും ഒന്നുറപ്പാണ്, ഇനിയാണ് ഇന്ത്യ എന്താണെന്ന് നീയൊക്കെ അറിയാൻ പോകുന്നത്. ജയ് ഹിന്ദ്.